ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സ്ത്രീ, ഒരു വനിതാ മേയറെ അതിമോശമായ രീതിയിൽ ആക്ഷേപിച്ച ഈ വ്യക്തി ഈ രാജ്യത്തല്ല മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു ഇങ്ങനെ ഫ്രെയിമിൽ വന്നുകൊണ്ടെങ്കിൽ സംസാരിക്കത്തില്ലായിരുന്നു. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇയാളെ പൊക്കിപ്പിടിക്കാനും ഇയാളുടെ രാഷ്ട്രീയ ശത്രുതയുടെ പേര് ഇയാളെ മഹാനാക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലായതുകൊണ്ട് വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. കഴിഞ്ഞ 1.5 വർഷമായി സ്വിഫ്റ്റ് തുടങ്ങിയിട്ട് ഈ സ്വിഫ്റ്റിൽ അന്ന് മുതൽ ഇതേ ശമ്പളത്തിൽ അത് താങ്കൾ തയ്യാറാണെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. ഇവർക്ക് ശമ്പളം കുറവാണെന്ന് ഇവർ ഇട്ടേച്ച് പോകണം, മറ്റു ജോലികൾക്ക് പോകണം. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സോഡ് കുടിക്കാം. KSRTC മറ്റിൽ ജോലിയെടുത്ത് അതിന് ശമ്പളം കൊടുക്കാതെ എന്നാ വേറെ ജോലി നോക്കൂടെ എന്ന് പറയുന്നത് എന്ത് തൊഴിലാളി സ്നേഹമാണ് റജി ലൂക്കോസ്? അലച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട, പേടിപ്പെടുത്താൻ നോക്കണ്ട, പേടിക്കില്ല. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്താ ഇത്ര ക്രിമിനൽ കുറ്റമുള്ള, ഇത്ര കൊള്ളരുതാത്തവനാണെങ്കിൽ എങ്ങനെയാണ് ഡ്രൈവറായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് ഡ്രൈവറായിട്ട്? അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മേയറുടെ വാദം പൊളിഞ്ഞത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.